നെൽകർഷകർക്ക് ഏറെ പ്രയോജനമാകുന്ന നിയന്ത്രിത അന്തരീക്ഷ വിള ഉണക്കൽ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഈ നൂതന ആശയം യാഥാർത്ഥ്യമായതോടെ നെൽകർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. കൊല്ലം അമൃതപുരിയിൽ നടന്ന ചടങ്ങിൽ നിയന്ത്രിത അന്തരീക്ഷ വിള ഉണക്കൽ യന്ത്രത്തിന്റെ മാതൃക സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കർഷകർക്ക് കൈമാറി. നെൽകർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കൊയ്തെടുക്കുന്ന വിള സംരക്ഷിക്കുക എന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ധാന്യങ്ങൾ നിലത്തോ പായകളിലോ വിരിച്ച് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്ന സാധാരണ രീതി കാലാവസ്ഥയെ ആശ്രയിച്ചുള്ളതാണ്. എന്നാൽ മഴ മൂലം പൂർണ്ണമായ ഉണക്കൽ സാധ്യമാകാത്തപ്പോൾ ഈർപ്പം മൂലം പൂപ്പലുണ്ടാവുകയും വിളകൾ നശിക്കുകയും ചെയ്യും. മഴ അപ്രതീക്ഷിതമാണ്. കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്ന വെറും 2 ദിവസത്തെ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോഴേക്കും നമ്മളൊന്നിലെ വിളവ് ഇറക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊയ്തെടുത്തിട്ടുണ്ടാവും. ഈ 2 ദിവസം കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. വിളവിറക്കിയത് നമുക്ക് മോട്ടോർ ഉപയോഗിച്ചോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഉണക്കിയെടുക്കൽ ഏറ്റവും പ്രശ്നമുള്ള കാരണം വർഷക്കാലത്ത് കൃഷി 1-ാം വിള പരമാവധി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് വിളവ് നെല്ല് നമ്മൾ സൂക്ഷിച്ചാൽ തന്നെ പുഴുങ്ങിയെടുത്തിട്ടാണ് കേരളത്തിൽ അരിയാക്കി കൂടുതൽ ഉപയോഗിക്കുന്നത്. പുഴുങ്ങിക്കഴിഞ്ഞാലും അത് ഉണക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം തേടി കർഷകർ പലരെയും സമീപിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. തുടർന്നാണ് അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത TECക്ക് മുന്നിൽ ഈ പ്രശ്നവുമായി കർഷകർ എത്തിയത്. ഈ വെല്ലുവിളികളെ നേരിടുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത TEC നിയന്ത്രിത അന്തരീക്ഷ വിള ഉണക്കൽ സംവിധാനം വികസിപ്പിച്ചെടുത്തു. അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോരോ ധാന്യത്തിൻ്റെയും മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മളുടെ മുമ്പിൽ വന്നെത്തുന്നതിൻ്റെ മുമ്പ് എത്രയോ പേര് കഠിനമായി പരിശ്രമിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്കതിനെ വേസ്റ്റായി കളയാനോ ഒന്നും ഒരു നിസ്സാരമല്ല എന്നുള്ളൊരു തത്വം മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു സന്ദേശം. അപ്പോൾ ഞങ്ങൾ ഈ അമൃത TEC സെൻറ്ററിൽ നിന്ന് അമ്മയോട് പോയി ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അമ്മ ശക്തമായി പറഞ്ഞു ഇത് എന്തായാലും പിന്തുടരണം എന്ന്. മാത്രമല്ല അമ്മ ഇത് ഒരു എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ഉള്ള ഒരു ഡയറക്ഷനും അമ്മ നമുക്ക് തന്നു. കൊല്ലം അമൃതപുരിയിൽ നടന്ന ചടങ്ങിൽ പ്രവർത്തന മാതൃക സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കർഷകർക്ക് കൈമാറി. പോഷകഗുണം, സുഗന്ധം, ഔഷധഗുണം എന്നിവ നഷ്ടപ്പെടാതെ ഈർപ്പം കുറഞ്ഞ് വിള ഉണക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ പൈതൃക നാടൻ അരിവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് നെൽകൃഷിയിലുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കാനും വിളകൾക്ക് യഥാർത്ഥ വില ലഭ്യമാക്കാനും അമൃത TEC വികസിപ്പിച്ചെടുത്ത നിയന്ത്രിത അന്തരീക്ഷ വിള ഉണക്കൽ സംവിധാനത്തിലൂടെ കഴിയുന്നു. അമ്മയുടെ കാഴ്ചപ്പാടിലൂടെ സമൂഹ സേവനവും സാങ്കേതിക നവീകരണവും ഒരുമിച്ചു ചേർത്ത് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഈ നൂതന സാങ്കേതിക സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അമൃത TECയിലെ ഓരോ അംഗങ്ങളും. അമൃത ന്യൂസ്, കൊല്ലം.